പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേമ്പന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ദൂരം ഇനി മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട്. നമ്മളെ ദൈവം എന്തുദ്ദേശത്തിന് വേണ്ടി വിളിച്ചോ ആ വിളി മനസ്സിലാക്കി നാം നമ്മുടെ യാത്ര തുടരേണ്ടത് ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും എന്ത് പദ്ധതി നാം തയ്യാറാക്കി പോകുമ്പോഴും ചിലപ്പോൾ നമ്മുടെ ചില റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ കരിയറിൻ്റെ അല്ലെ ആരോഗ്യത്തിൻ്റെ അല്ലെ മിനിസ്ട്രിയുടെയൊക്കെ മധ്യഭാഗം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, മെസ്സിയായി തീരാറുണ്ട്, കുഴയാറുണ്ട്. അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഓട്ടം ഓടുന്ന റേസിലൊക്കെ പങ്കെടുക്കുന്ന ഓട്ടക്കാരോട് ചോദിച്ചാൽ അവർക്കറിയാം, മധ്യഭാഗത്തെ ഓട്ടം, അവരുടെ ആ റേസിൻ്റെ മധ്യഭാഗത്തെ ഓട്ടമാണ് ഏറ്റവും ഹാർഡസ്റ്റായിട്ടുള്ള ഭാഗമെന്ന്. നല്ല എനർജിയോടെ, നല്ല ശക്തിയോടെ, നല്ല മെൻ്റൽ ഫോക്കസോടെ ഓട്ടം ഓടി അങ്ങോട്ട് തുടങ്ങും. അത് ആണാണേലും പെണ്ണാണേലും, ഒരു സ്പ്രിൻ്റർ ആണെങ്കിലും ഒരു ഡിസ്റ്റൻസ് റണ്ണറാണെങ്കിലും ആ മധ്യഭാഗത്തുള്ള ഓട്ടം അവർ കവർ ചെയ്തില്ലെങ്കിൽ, നല്ലതുപോലെ ഓടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ഫിനിഷ് ലൈനിൽ എത്താൻ പറ്റത്തില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് തോന്നും. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു സ്ട്രാറ്റജിക് ട്രെയിനിങ് വേണം ജയിക്കണമെങ്കിൽ. തീർച്ചയായിട്ടും ആ മധ്യഭാഗത്തുള്ള ഓട്ടം. ഞാനപ്പോൾ ആ സ്പിരിച്വൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞ്, നിൻ്റെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഓട്ടമാണോ നീ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനൊന്ന് വിചാരിച്ചേ. ഒരു ദിവസം ജനിച്ചു, വി ആർ ബോൺ വൺ ഡേ. ആത്മീയമായിട്ട് സംസാരിക്കുകയാണെങ്കിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റേസ് തുടങ്ങിയിരിക്കുക. അതായത് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ യാത്രയാണ് ഈ ഭൂമിയിലെ. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്തുവാ? നമ്മൾ ഫിനിഷിംഗ് ലൈന് കവർ ചെയ്യും ഒരു ദിവസം. എന്നിട്ട് നാം കേൾക്കും, നീ ഒരു നല്ല ഓട്ടക്കാരനായിരുന്നു എന്ന്. അല്ലേ? യു ഡിഡ് എ ഗുഡ് ജോബ് എന്ന് കേൾക്കുവാനിടയാകും. പക്ഷേ പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ പറ്റുമോ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ ഞാൻ പറയട്ടെ, ആ മിഡിൽ ഭാഗവും കൂടെ നമ്മൾ നല്ലവണ്ണം ഓടിയാലേ പറ്റത്തുള്ളൂ. ആ മധ്യഭാഗത്തെ ഓട്ടത്തിന് വേണ്ടിയാണ് നമുക്ക് സഹിഷ്ണുത ആവശ്യം. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ നാം ഓടിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. എന്തിനാ? ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. അപ്പം എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം: ദ എബിലിറ്റി ഓർ സ്ട്രെങ്ത് ടു കണ്ടിന്യൂ ഡെസ്പൈറ്റ് ഫറ്റീഗ്, സ്ട്രെസ് ഓർ അഡ്വേഴ്സ് കണ്ടീഷൻസ്. എന്ത് എതിർ കണ്ടീഷൻസ് വന്നാലും, സ്ട്രെസ്സ് വന്നാലും, ക്ഷീണം വന്നാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്. രണ്ടാമത് അതിനിങ്ങനെ പറയാം: ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ബെയർ അപ്പ് അണ്ടർ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ്. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ സഹിക്കാനുള്ള കപ്പാസിറ്റി. ദ പവർ ടു വിസ്റ്റാൻഡ് പെയിൻ ആൻഡ് ഹാർഡ്ഷിപ്സ്. വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചുകൊണ്ട് നിൽപ്പാൻ തക്കവണ്ണം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഇതെല്ലാം സഹിഷ്ണുതയ്ക്കകത്തുപെടും. ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. ന്യൂ ടെസ്റ്റ്മെൻറ്റ്, അതിലെ പുതിയ നിയമം എഴുതിയത് ഗ്രീക്കിലാണല്ലോ. ഈ ഒറിജിനൽ ഗ്രീക്ക് ലാംഗ്വേജിൽ ഈ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്ക് HUPOMON, ഹ്യൂപ്പൊമോൺ എന്നാണ്. അതിൻ്റെ അർത്ഥം ടു റിമെയിൻ അണ്ടർ,
അതിന് കീഴ്വഴങ്ങിയിരിക്കണമെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നമ്മൾ പണിതെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചിലപ്പോൾ പ്രഷറിൽ നമ്മൾ ഇരിക്കേണ്ടി വരും. നമ്മുടെ നാച്ചുറൽ ഇൻക്ലിനേഷൻ അവിടുന്ന് എങ്ങനെയും ഓടി രക്ഷപ്പെടണമെന്ന് ഒട്ടും സഹിഷ്ണുതയില്ല. പക്ഷെങ്കിൽ ആ മധ്യഭാഗം നമ്മൾ ഓടി തീർക്കണമെങ്കിൽ ദൈവമക്കളെ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അത് നമ്മുടെ കൂട്ടുകെട്ടിലുള്ള ആ മധ്യഭാഗത്തായിരിക്കും. കുറേ നാളായി കൂട്ട് തുടങ്ങിയ അതിൻ്റെ ഒരു മധ്യഭാഗത്തായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ, നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ, നമ്മുടെ കാരിയറിൻ്റെ, നമ്മുടെ അങ്ങനെയുള്ള എന്തിൻ്റെയെങ്കിലുമൊക്കെ മധ്യത്തിൽ വരുന്ന ആ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മോസ്റ്റ് ടീഡിയസാണ്, മോസ്റ്റ് ഡിഫിക്കൽട്ടാണ്, ഏറ്റവും ക്ഷീണം തരുന്നതാണ് അല്ലേ? എന്നാൽ നാം സഹിഷ്ണുത ബിൽഡപ്പ് ചെയ്തെടുത്താൽ, എബ്രായ ലേഖന കർത്താവ് പറഞ്ഞതുപോലെ നാം നമ്മെ തന്നെ ദൈവവചനത്തിൽ കൂടെ ട്രെയിൻ ചെയ്തെടുത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ആ മധ്യഭാഗത്തുള്ള ഓട്ടവും ഓടിത്തീർക്കുവാൻ തക്കവണ്ണം കഴിയും. മധ്യഭാഗം മാത്രമല്ല, ഏത് വിഷയത്തിൻ്റെ മധ്യഭാഗത്തൂടെ നമുക്ക് ഓടി യാത്ര തയ്ക്കാൻ തക്കവണ്ണം പറ്റും. നമുക്ക് ദൈവത്തോട് അതുകൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, എന്തിൻ്റെയൊക്കെ മധ്യത്തിൽ കൂടെ ഞങ്ങൾ പോയാലും ഞങ്ങൾ ആ എൻഡ്യൂറൻസ് കീപ്പപ്പ് ചെയ്യുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഓട്ടം ശരിക്കും ഓടുവാൻ തക്കവണ്ണം ഒക്കെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവത്തിലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13 ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവമക്കളെ, നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനാണ്. പ്രൈസ് ഗോഡ്. അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം മൃഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, ഈ ഓസ്ട്രേലിയൻ കോട്ട് ഓഫ് ആംസ് ഒരു ഇമേജ് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ഓസ്ട്രേലിയ. അങ്ങനെയുള്ള ആ ഒരു വ്യക്തി വളരെ പേഴ്സണലി ഒരു കാര്യം പറയുവാണെങ്കിൽ പറയും, 2 ആനിമൽസ് ഒരു ഷീൽഡ് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോർട്രേറ്റിന് പ്രാധാന്യം അവർ കൊടുക്കും. അത് ഒന്ന് റെഡ് കാങ്കറൂം, ഒന്ന് എമു. ഈ എമുവിനെയും കാങ്കറൂവിനെയും തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, അത് ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്ന ജീവികളായതുകൊണ്ടല്ല. ഇത് രണ്ടും എപ്പോഴും മുന്നോട്ടോടാൻ റെഡിയാണ്. അതിനുവേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത ജീവികളാണ്. പ്രൈസ് ഗോഡ്. എമു എന്ന് പറയുന്ന ഒരു വലിയ പറക്കാത്തൊരു ബേർഡാണ്. അതായത് അതിൻ്റെ കസിനാന്ന് പറയും ഓസ്ട്രിച്ച് ആൾക്കാർ. പക്ഷേ ഓസ്ട്രിച്ചിനെ കഴിഞ്ഞ് ഇച്ചിരി ചെറുതാണ്. പക്ഷേ അതിൻ്റെ സ്പീഡ് ഭയങ്കരമാണ് കേട്ടോ. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ അതെത്ര ഫീറ്റ് കവർ ചെയ്യുമെന്നറിയാമോ? ആ ഒരൊറ്റ ബേർഡിന് മാത്രമേ ഉള്ളൂ കാഫ് മസിൽസ് ഉള്ളത്. നമുക്കുണ്ടല്ലോ തുടയിൽ ഒരു മസിൽ, കാഫ് മസിൽ. നമ്മളെപ്പോലെ, മനുഷ്യരെ പോലെ കാഫ് മസിലുള്ളൊരൊറ്റ ബേർഡാണ് എമു. തന്നെയുമല്ല, ഈ എമുവിന് ഒരിക്കലും പുറകോട്ട് നടക്കാൻ കഴിയത്തില്ല. അതിന് മുന്നോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഈ റെഡ് കാങ്കാരുവിൻ്റെ പ്രത്യേകത ബാക്കിയുള്ള കാങ്കാരിനെ പോലെ ഒരു ഹോപ്പിംഗ് മൂവ്മെൻറ്റ്, ചാടിച്ചാടിയാണ് അത് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അടുത്ത് കണ്ടതാണ്. ആ മൂവ്മെൻറ്റിന്, ആ ഹോപ്പിംഗ് മോഷന് പറയുന്നതാണ് സാൾട്ടേഷ്യൻ എന്ന് പറഞ്ഞാൽ ടു ലീപ്പ്, അതതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ ആ വലിയ ഫീറ്റ് വെച്ച് അത് പുഷ് ഓഫ് ചെയ്യും.
എന്നിട്ട് അതിൻ്റെ ടെയിൽ വെച്ചൊരു ബാലൻസ് പിടിച്ചുകൊണ്ടൊരു പോക്കാം. അപ്പം കാലിലേതും ആ വലിയ ഫീറ്റിലെ ടെയിലിൻ്റെയും എല്ലാം കൂടെ മസിൽസിൻ്റെ കോമ്പിനേഷൻ, അതാണ് കാങ്കറൂവിനെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്. അവർക്കും എപ്പോഴും ഫോർവേഡ് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ, ബാക്ക്വേർഡിലോട്ടല്ല. ഞാൻ പറയട്ടെ, ആ ക്രീച്ചേഴ്സിനെ ദൈവമാണ് സൃഷ്ടിച്ചത്, പക്ഷെ അവർക്ക് ഒരിക്കലും ബാക്ക്വേർഡിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇറ്റ് കാൺട്ട് ഹെൽപ്പ് ബട്ട് തിങ്ക് ഓഫ് അസ്. യേശു കർത്താവ്, പ്രൈസ് ഗോഡ്, നമ്മെക്കുറിച്ച് എന്തെല്ലാം പ്ലാനിട്ടുണ്ടായിരിക്കുന്നറിയാമോ? ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു, അല്ലേ? സൃഷ്ടിയുടെ ഒരു വലിയ അത്ഭുതമാണ് നമ്മൾ. അതേ വേയിൽ, സെയിം വേയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യും, ടൈം ടു ടൈം, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഒത്തിരി പുറകോട്ടങ്ങ് പോയല്ലോ എന്ന്. പക്ഷെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മെ പൊക്കിയെടുക്കാൻ, എന്നിട്ട് നമ്മെ മുന്നോട്ട് വിടാൻ. നമ്മളെല്ലാം ഒരു യാത്രയിലാണ്, നോ മാറ്റർ വേ വി ആർ. ചില കാരണങ്ങളാൽ ദൈവമക്കളെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ മുന്നോട്ട് പോകും, പക്ഷേ ചിലപ്പോൾ ചിലരൊക്കെ സ്ലോലി പോകും. ഓവറോൾ നമ്മെല്ലാം ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, വി ഷുഡ് കീപ് പ്രസ്സിങ് ഓൺ. പോസ് ചെയ്ത് പഴയകാലമൊക്കെ ഒന്ന് നോക്കിയാലും സ്റ്റക്കായി നിൽക്കരുതേ. സീസൺസ് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്, ഹേർട്ട്, റിജക്ഷന് ഒക്കെ വരും, ഭയമൊക്കെ വരും. പക്ഷേങ്കിൽ ഇന്നത്തെ ദിവസം നല്ല ദിവസം, നമുക്ക് നമ്മെ തന്നെ ദൈവത്തിലേക്ക് കൊടുക്കാം. പ്രൈസ് ഗോഡ്. എമുവിനെ പോലെ, റെഡ് കാങ്കുറിനെ പോലെ നമുക്ക് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ തക്കവണ്ണം കഴിയണം. പ്രൈസ് ഗോഡ്. അതാണല്ലോ ഹല്ലേലൂയ 13-ാമത്തെ വാക്യത്തിൽ ഞാൻ ഒന്ന് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസപ്പോസ്തലൻ പറയുന്നു. 14-ാമത്തെ വാക്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമോന്നത വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അങ്ങനെ ലാക്കിലേക്ക് ഓടി നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഹല്ലേലൂയ, ചിലതിനെയൊക്കെ ഒന്ന് മറന്നിട്ട് ഞങ്ങൾ പഴയതോർത്ത് ബാക്കിലോട്ട് പുറകോട്ട് പോകാനല്ല, മുന്നോട്ട് ഓടുവാൻ തക്കണം. ആ യെമുവിനെ പോലെ, ആ റെഡ് കാങ്കുറിനെ പോലെ മുന്നോട്ട് ഓടുവാൻ തക്കണം ഒരു കുതിപ്പ് ഞങ്ങൾക്ക് തരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.